നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നാം അവതരിപ്പിക്കുന്നത് വ്യാഴത്തിന്റെ രാശിമാറ്റമാണ്. 2025 മെയ് 15 തീയതി വെളുപ്പിന് 2:30 ഏകദേശം വ്യാഴം രാശി മാറുകയാണ്. ഇപ്പോൾ നിൽക്കുന്ന ഇടവൻ രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്കാണ് വ്യാഴം രാശി മാറുന്നത്. ഓരോ രാശിക്കൂറുകാരുടെയും വ്യാഴത്തിന്റെ രാശിമാറ്റം മൂലമുണ്ടാകുന്ന ഫലങ്ങളെ നമുക്ക് പ്രത്യേകമായിട്ട് അവതരിപ്പിക്കാം. ബൃഹസ്പതി, ദേവഗുരു എന്നൊക്കെ വ്യാഴത്തിന് പേരുണ്ട്. ശുഭഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഗ്രഹമാണ്. ഫലദാന വിഷയത്തിൽ ഏറ്റവും മനുഷ്യരെ സ്വാധീനിക്കുന്ന ഗ്രഹവും കൂടിയാണ് വ്യാഴം. വ്യാഴം ഏകദേശം 1 വർഷക്കാലമാണ് ഒരു രാശിയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ 1 വർഷക്കാലം നമ്മെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഗ്രഹമായിട്ടുള്ള വ്യാഴത്തിന്റെ രാശിമാറ്റം ഓരോ വ്യക്തികൾക്കും എങ്ങനെ സ്വാധീനം ചെലുത്തും എന്നുള്ള വിഷയം അതീവ പ്രാധാന്യമുള്ളതാണ്. വൈദിക ജ്യോതിഷത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഗ്രഹമായിട്ടാണ് വ്യാഴത്തെ കരുതുന്നത്. വ്യാഴം നിൽക്കുന്ന രാശിയിലും അതുകൂടാതെ 5, 7, 9 എന്നീ രാശികളിലുമൊക്കെ വ്യാഴത്തിന്റെ സ്വാധീനം ഉണ്ടാകും. വ്യാഴം നോക്കുന്ന രാശിയിലും എപ്രകാരം അമൃത് വർഷിക്കുന്നു അതേപോലെ തന്നെ ഫലം ലഭിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആർക്കൊക്കെ ഇത് പ്രയോജനം ചെയ്യും എന്നുള്ളത് നമുക്ക് താല്പര്യമുള്ള വിഷയം തന്നെയാണ്. ആഡംബരത്തിന്റെയും കലകളുടെയും ഒക്കെ കാരഗ്രഹമായിട്ടുള്ള ശുക്രന്റെ രാശിയിൽ നിന്ന് വിദ്യയുടെയും ബുദ്ധിയുടെയും ഒക്കെ കാരഗ്രഹമായിട്ടുള്ള ബുധന്റെ രാശിയിലേക്ക് വ്യാഴം കടക്കുകയാണ്. ധനു, മീനം രാശികളുടെ അധിപനാണ് വ്യാഴം. വ്യാഴം ബുധന്റെ രാശിയായിട്ടുള്ള മിഥുനൻ രാശിയിലേക്ക് കടക്കുമ്പോൾ തുലാം, ധനു, കുംഭം എന്നീ രാശികളിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി ഉണ്ടാകുന്നതാണ്. മകരൻ രാശി വ്യാഴത്തിന്റെ നീചരാശിയാണ്. അതേപോലെ തന്നെ കർക്കിടകൻ രാശി വ്യാഴത്തിന് ഉച്ചരാശിയാണ്. കുട്ടികൾ, സന്തോഷം, വീട്, സമ്പത്ത്, സമൃദ്ധി, സന്തോഷകരമായിട്ടുള്ള ദാമ്പത്യം, സാമൂഹിക സേവനം, സാമൂഹികമായിട്ടുള്ള ബഹുമാനം എന്നിവയുൾപ്പെടെ ജീവിതത്തിലെ എല്ലാ ലക്ഷ്യങ്ങളും നേടാൻ വ്യാഴം ഒരു വ്യക്തിയെ സഹായിക്കുന്നുണ്ട്. എന്നാൽ മിഥുനം രാശിയിൽ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇടയ്ക്ക് കർക്കിടകൻ രാശിയിലേക്ക് സംക്രമിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് ഫലമായിട്ട് പറയാം. ഇപ്പോൾ മിഥുനം രാശിയിലുള്ള വ്യാഴത്തിന്റെ സംക്രമണത്തിന്റെ പൂർണ്ണ ഫലമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമുക്ക് ഓരോരോ രാശിക്കൂറുകാരുടെയായി പ്രത്യേകം ഫലത്തെ പരിശോധിക്കാം. ഇപ്പോൾ നമുക്ക് ചിങ്ങക്കൂറുകാരുടെ വ്യാഴത്തിന്റെ രാശിമാറ്റ ഫലം നോക്കാം. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം 11ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. 11ൽ നിൽക്കുന്ന വ്യാഴത്തിന്റെ ഫലം ഏകദേശം ഒന്ന് പറഞ്ഞു പോകാം. അതിനുശേഷം കൂടുതൽ വിശദമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കാം. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം ജന്മരാശിയുടെ 11ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഇഷ്ടകാര്യ സാധ്യം, വിശേഷ സ്ഥാനപ്രാപ്തി എന്നിവയൊക്കെയാണ് ഫലം. ഇനി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ കൂടുതൽ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കാം. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം 11ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ചിങ്ങക്കൂറിന്റെ 3ാം ഭാവത്തിലേക്കും 5ാം ഭാവത്തിലേക്കും 7ാം ഭാവത്തിലേക്കും വ്യാഴത്തിന്റെ സ്വാധീനം വരികയാണ്, ദൃഷ്ടി വരികയാണ്. അതൊക്കെ പല കാര്യങ്ങൾക്കും നല്ല ഫലങ്ങളെ നൽകിയേക്കാം. വ്യാഴത്തിന്റെ 11ാം ഭാവത്തിലെ സ്ഥിതി ചിങ്ങക്കൂറുകാർക്ക് വലിയ വിജയത്തിന്റെ കാലഘട്ടമാണ് നൽകുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ കുറയാൻ തുടങ്ങുന്നതാണ്. പണം സമ്പാദിക്കാനുള്ള വഴി എളുപ്പമാകുന്നതാണ്. നല്ല ശമ്പളമൊക്കെ കിട്ടാൻ തുടങ്ങും. സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ തീരുന്നതാണ്. അവിവാഹിതരായിട്ടുള്ളവർക്ക് വിവാഹത്തിന്, നല്ല വിവാഹ ബന്ധത്തിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. പ്രണയബന്ധങ്ങളിലൊക്കെ തീവ്രത ഉണ്ടാകും. സന്താനങ്ങൾ പുരോഗതി പ്രാപിക്കുന്നതാണ്. സന്താന ഭാഗ്യം ആഗ്രഹിക്കുന്ന ചിങ്ങക്കൂറുകാർക്കും അതിന് അനുകൂല സാഹചര്യം ഉണ്ടാകുന്നതാണ്. പഠനത്തിലൊക്കെ മികച്ച നേട്ടം കൈവരിക്കാൻ സാധിക്കും. പെട്ടെന്നുള്ള സാമ്പത്തിക നേട്ടത്തിനും സാഹചര്യമുണ്ട്. അനന്തരാവകാശമായി പൈതൃക സ്വത്തുകളൊക്കെ ലഭിക്കാം. രഹസ്യ ധനാഗമത്തിനും ഒക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്. സഹോദരങ്ങളുമായി നല്ല ബന്ധം നിലനിർത്തി കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഒക്ടോബറിൽ വ്യാഴത്തിന്റെ കർക്കിടകൻ രാശിയിലേക്ക് ഏതാനും ദിവസത്തേക്കുള്ള സംക്രമവും പിന്നീടുള്ള പ്രതിരോധ സഞ്ചാരവും ഒക്കെ അല്പം ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. ആ സമയം ഒന്ന് ശ്രദ്ധിക്കുക. ആ സമയത്ത് ചിലപ്പോൾ ചെലവുകൾ ഉയരാനുള്ള സാഹചര്യങ്ങളും ഉണ്ടായേക്കാം. ചില കാര്യങ്ങളൊക്കെ ആ സമയത്ത് കാലതാമസവും ഉണ്ടാക്കിയേക്കാം. എന്നിരുന്നാലും വ്യാഴത്തിന്റെ 11ലെ സ്ഥിതി ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് രാജയോഗ സമാനമായിട്ടുള്ള ഫലങ്ങൾ നൽകിയേക്കാം. എല്ലാ വ്യാഴാഴ്ച ദിവസവും മഞ്ഞ വസ്ത്രം ധരിക്കുന്നതും മഞ്ഞ കുറി തൊടുന്നതും കളഭം ധരിക്കുന്നതും ഒക്കെ ശുഭഫലത്തെ നൽകും. വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, വളരെയേറെ ഗുണഫലങ്ങൾ ചിങ്ങക്കൂറുകാർക്ക് ലഭിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല വിഷയങ്ങളുമായി നമുക്ക് തുടർന്ന് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.